മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പാണക്കാട് സംസ്ഥാന പാതയിൽ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച രാത്രികാല യാത്രാ നിരോധനം കടലാസിൽ മാത്രം. പാണക്കാട് എടൈപ്പാലം മുതൽ കാരത്തോട് സ്ട്രെയിറ്റ് പാത്ത് സ്കൂൾ ജംഗ്ഷൻ വരെ രാത്രി 7 മുതൽ രാവിലെ 6 വരെ പൂർണ്ണ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. കളക്ടർ ഉത്തരവിറക്കി ദിവസങ്ങൾ പിന്നിട്ടിട്ടും നിയന്ത്രണങ്ങളൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കേണ്ട പൊതുമരാമത്ത് വകുപ്പും ഗതാഗതം തടയേണ്ട പോലീസും ഉത്തരവ് നടപ്പാക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ശരിവെക്കും വിധം ഇപ്പോഴും മലയുടെ മുകളിൽ നിന്നും വെള്ളം താഴേക്ക് ഒഴുകി വരുന്നുണ്ട്. എന്നിട്ടോ ഒരു നിയന്ത്രണവുമില്ല ഈ മലയ്ക്ക് സമീപത്ത്. ഇപ്പോഴും ശക്തമായ മഴ പെയ്താൽ വീണ്ടും കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും റോഡിലേക്ക് പതിക്കാൻ സാധ്യത ഏറെയാണെന്ന് ജില്ലാ വിദഗ്ധ സമിതി ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇക്കാര്യം സൂചിപ്പിച്ചാണ് ജില്ലാ കലക്ടർ ആഗസ്റ്റ് 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. റെഡ്, ഓറഞ്ച് മുന്നറിയിപ്പുള്ള ദിവസങ്ങളിൽ 24 മണിക്കൂറും മറ്റ് ദിവസങ്ങളിൽ വൈകിട്ട് 7 മുതൽ രാവിലെ 6 വരെയും ഈ വഴിയിൽ പൂർണ്ണ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഓഗസ്റ്റ് 14 വരെയാണ് ഈ നിയന്ത്രണം. എന്നാൽ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലുകൾ ശരിവെക്കും വിധം കുന്നിൻ മുകളിൽ നിന്ന് ചെളിയും വെള്ളവും ഇപ്പോഴും താഴ്ഭാഗത്തേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. രാത്രി 7 മുതൽ 10 വരെയുള്ള ദൃശ്യങ്ങളാണിത്. എന്നാൽ ജില്ലാ കളക്ടറുടെ ഉത്തരവ് കടലാസിൽ മാത്രമാകുന്ന കാഴ്ചയാണ് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. രാത്രി 7 മണി കഴിഞ്ഞാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഇവിടെ കാവലിനില്ല. യാത്രാ നിരോധനമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനുമായിട്ടില്ല. വാഹനങ്ങൾ മുൻപത്തേക്കാൾ വേഗത്തിൽ ഈ ദുരന്ത മേഖലയിലൂടെ കടന്നുപോകുന്നു. ആളുകൾ റോഡരികിൽ വാഹനം നിർത്തി അപകട മേഖലയിൽ തടിച്ചുകൂടുകയും മണ്ണിടിഞ്ഞ ഭാഗങ്ങൾ കാണാനും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതുമെല്ലാം ഇവിടെ പതിവ് കാഴ്ചയാണ്. അപകട മേഖലയാണെന്ന് കൃത്യമായ കണ്ടെത്തലുണ്ടായിട്ടും നിയന്ത്രണങ്ങൾ നടപ്പാക്കേണ്ടവർ തന്നെ അതിന് ഒരു വിലയും നൽകുന്നില്ലെന്നാണ് പാണക്കാട്ടു നിന്നും മനസ്സിലാകുന്നത്. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.